CMRL എക്സാലോജിക് ഇടപാടിൽ ഹൈക്കോടതിയിൽ ഇഡിയുടെ പുതിയ നീക്കം. SFIO റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണത്തിനുള്ള തടസ്സം നീക്കാൻ ഹൈക്കോടതിയിൽ പുതിയ ഹർജി നൽകിയത്. ബിനിൽ ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, എന്താണ് ഈ വിശദാംശങ്ങൾ? വീണ്ടും എങ്ങനെയാണ് ഇഡി ഈ കേസ് പൊക്കിയെടുക്കാൻ നോക്കുന്നത്? മോത്തി, ഹൈക്കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. CMRL എക്സാലോജിക് ഇടപാട് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നതാണ്. അത് ഹൈക്കോടതിയിൽ CMRL ചോദ്യം ചെയ്യപ്പെട്ടതോടുകൂടി അതിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. അവിടെ ഇപ്പോൾ ഒരു പുതിയ ഉപഹർജിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നു. അവർ ആവശ്യപ്പെടുന്നത് SFIOയുടെ അന്വേഷണ റിപ്പോർട്ട്, അവരുടെ കുറ്റപത്രം ലഭ്യമായി. ആ കുറ്റപത്രം പരിശോധിക്കുമ്പോൾ അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷിക്കാൻ കഴിയുന്ന ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ട് എന്ന കാര്യം വെളിവാകുകയാണ്. അതുകൊണ്ട് ഈ അന്വേഷണത്തിനുള്ള തടസ്സങ്ങൾ നീക്കി CMRL എക്സാലോജിക് ഇടപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണം എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. CMRLന്റെ ഹർജി തള്ളണം എന്ന ആവശ്യമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ഹർജി ഹൈക്കോടതിയുടെ മുന്നിലുള്ളത് കൊണ്ടാണ് ഈ CMRL ഇടപാടുമായി ബന്ധപ്പെട്ട ഇഡിയുടെ തുടർ നീക്കങ്ങൾ തടസ്സപ്പെട്ട് കിടന്നിരുന്നത്. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ SFIO റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടുകൂടിയാണ് ഇതിന് ജീവൻ വെച്ചു വന്നത്. പക്ഷേ ഹൈക്കോടതിയിലെ കേസായിരുന്നു തുടർന്ന് സമൻസ് അയക്കുന്നതിനും മറ്റുമുള്ള തടസ്സമായിട്ടുള്ളത്. അത് മാറ്റിക്കിട്ടുക എന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. വിജിലൻസ് കേസോടുകൂടി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശ്വാസ്യത പലതരത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവരുടെ പല കേസുകളുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഇടപാടുകൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നുവെന്ന ആരോപണങ്ങൾ പുറത്തു നിൽക്കുന്നു. അതിനിടയിൽ തന്നെയാണ് CMRL എക്സാലോജിക് ഇടപാട് അതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന പുതിയ നീക്കം ഇപ്പോൾ ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഹൈക്കോടതി വഴി ഉണ്ടാകുന്നത്.